പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ കേൾക്കുന്ന വചനങ്ങള് കേൾവിയുടെ സ്വരത്തിനപ്പുറം എന്റെ മനസ്സിലെ ആന്തരിക ബോധ്യമാകുവാൻ ആവശ്യമായ അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരണത്തിന് വിസ പ്രോസസിംഗിനായി വിസ പുതുക്കുന്നതിനായി വിഷമിക്കുന്നവർക്ക് അങ്ങ് സഹായം നൽകണമേ. അവരുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപയാൽ അവരുടെ എല്ലാ തടസ്സങ്ങളും അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോൾ മാറ്റണമേ. കർത്താവേ, പലതരത്തിലുള്ള സാമ്പത്തിക ഭാരങ്ങള്, ജീവിത ഭാരങ്ങള്, ജീവിത തടസ്സങ്ങള്, സമാധാനമില്ലാത്ത അവസ്ഥകള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശ്വാസകോശ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഹൃദയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവരെ, തൈറോയ്ഡ് രോഗികളെ, പിൻകഴുത്തിൽ മുഴയുള്ളവരെ, ശിരസിൽ വേദന ഉള്ളവരെ, ശിരസിലെ ഞരമ്പുകള് ബ്ലോക്കായി പോയവരെ, ശരീരത്തില് മരവിപ്പുള്ളവരെ, കാഴ്ചക്കുറവുള്ളവരെ, കേൾവിക്കുറവുള്ളവരെ, കൈകാലുകള് തളർന്നു പോയവരെ, ക്യാൻസർ രോഗികളെ, നടുവിലിന് വേദനയുള്ളവരെ, പൈലക്കോടിന് വേദനയുള്ളവരെ, ഈശോയെ ഈ നിമിഷം അടിപ്പിണർ പോലെ ആഘാതം പോലെ ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, വേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. ദൈവമായിട്ട് ജീവിക്കുന്നത് വളരെ ഈസിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ഗീവ് ആൻഡ് ടേക്ക്, കൊടുക്കുക വാങ്ങിക്കുക എന്നുള്ള ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ മോഡിൽ നിന്ന് സ്പിരിച്വാലിറ്റിയെ നമ്മൾ വിമോചിപ്പിക്കേണ്ടതുണ്ട്. സാധാരണ ആൾക്കാർ ദൈവമായിട്ടുള്ള ഇടപെടൽ, ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുന്നു, പിന്നെ നമ്മുടെ സൽപ്രവർത്തികൾ കൊടുക്കുന്നു, ബദലായിട്ട് ബാട്ടർ സിസ്റ്റം അനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നു. ഈ ഒരു ലെവലിൽ ആൾക്കാർ മരിച്ചു പോവുകയും ചെയ്യും പലപ്പോഴും. ഇതിൽ നിന്നും ഒരു അണുവിട വളരത്തില്ല. നമ്മളെപ്പോഴും യേശു ദൈവത്തിൻ്റെ ദൃശ്യമാക്കപ്പെട്ട രൂപമാണ്. അപ്പോൾ യേശുവുമായിട്ടൊരു ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വ ബന്ധം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു കെമിസ്ട്രി വ്യത്യാസമുണ്ട്. നമ്മൾ പ്രഖ്യാപിതമായിട്ട് കർത്താവേ, ഒരു വിശ്വാസിയുടെ നിലവാരത്തിൽ നിന്ന് എന്നെ ഒരു ശിഷ്യനാക്കണമേ, അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം അതൊരു ദൈവവിളിയാണ്. കിട്ടുകയില്ലെന്ന് നമുക്കതിൻ്റെ അകത്ത് മെരിറ്റില്ലാത്ത കാരണം ഇത് എല്ലാം നോട്ട് ബൈ മെരിറ്റിലെ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമനുസരിച്ച് കൊണ്ട് കൊടുക്കുന്നതാണ്. ആ ഇഷ്ടത്തിൻ്റെ പട്ടിക ഇടം പിടിക്കുന്നത് ആണ് നമ്മുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. ഞാൻ ചില സമയത്തൊക്കെ ചിന്തിച്ചു പോയി, നമ്മുടെ
ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണ്? ചില കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, അച്ഛൻ ഡെയിലി ബ്രെഡിനും ഉടമ്പടി ധ്യാനത്തിനും സെയിം സബ്ജക്റ്റാണ് ഉപയോഗിക്കണമെന്ന്. ചിലപ്പോഴങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങളതിൻ്റെ അത് അലോസരമൊന്നും ഉണ്ടാക്കണ്ട, മറിച്ച് ഡീപ്പൺ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിച്ചാൽ മതി. കാര്യം ഇതിൻ്റെ ഓരോ ആംഗിളിങ്ങും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വചനം നമുക്ക് തന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് മോഡ് വ്യത്യാസമുണ്ടാകും പലപ്പോഴും. പിന്നെ വചന ലിങ്കിങ്ങിലൂടെയാണ്, നിങ്ങൾക്കറിയാമല്ലോ, വചനം ആഫ്റ്റർ ഓൾ അതൊരു അതൊരു മോഡം പോലെ പ്രവർത്തിക്കുന്നതാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ എങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് അതിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മനസ്സ് വ്യത്യസ്തമായിരിക്കും. ഇപ്പം ദൈവത്തിൻ്റെ വ്യത്യസ്തമായ മനസ്സ്, വ്യത്യസ്തമായ ഇച്ഛകളും ഒക്കെ വെളിപ്പെടുത്താൻ വേണ്ടി സെയിം വാക്ക് തന്നെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അതാണ് കാലങ്ങളിലുള്ള വചനത്തിൻ്റെ ട്രാൻസ്ലേഷണൽ എബിലിറ്റി ഇങ്ങനെ വ്യത്യസ്തമായിരിക്കും. അത് ഇറ്റ് വിൽ ഡിഫർ അക്കോർഡിംഗ് ടു ദ പേഴ്സൺസ് ഓൾസോ. വ്യക്തികൾക്ക് വഴി അത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് സർവമാന ഒരു ഡയമെൻഷനാണ് ബൈബിളിനുള്ളത്. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ബൈബിൾ വായിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബൈബിൾ ഒരു ഭക്ഷണമാണ് ശരിക്കും. ബൈബിള് നമ്മുടെ ആത്മാവിനെ പരിപുഷ്പിക്കുവാനും നമ്മുടെ ആധ്യാത്മിക ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ക്ലീൻ ചെയ്ത് സെൽഫ് ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവ് ബൈബിളിനുണ്ട്. കാര്യം ബൈബിള് ഒരേ സമയം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ് വചനം. വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ്. അതാണ് നമ്മൾ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ. പക്ഷേ ഇത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനോട് എന്തുമാത്രം സഹകരിക്കുന്നോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കാനും ദൈവത്തിൻ്റെ മനസ്സ് നമ്മളിൽ നിറവേറ്റിയെടുക്കാനും പരിശുദ്ധാത്മാവിന് എന്തുമാത്രം മൽപ്പിടുത്തങ്ങൾ കുറഞ്ഞു വരുന്നുവോ അത്രയും നമുക്ക് ദൈവ വെളിപാടുകൾ കൂടുകയും ദൈവ വഴിനടത്തലുകൾ കൂടുകയും ചെയ്യും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ എല്ലാ ദിവസവും മനുഷ്യന്മാരുമായിട്ട് ഇടപെടുന്ന കാരണം മനുഷ്യൻ വല്ലാത്ത രീതിയിൽ ജീവിതത്തോട് കാണിക്കുന്നത് ഒരു വിഗ്രസ് ആയിട്ടുള്ള, വളരെ പേശിപ്പിടുത്തം ആവശ്യമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആധ്യാത്മിക ജീവിതവും ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരണതും ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതും വേറൊരു കഷ്ടപ്പാട്. ഇത്രയും ഒന്നും കാര്യമില്ല ശരിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വിഷയം എന്താ, ഞാനെപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്, കർത്താവേ നീ പറഞ്ഞായിരുന്നല്ലോ, എന്താ പറഞ്ഞത്, ഈ നാഥാനിയലല്ലേ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം മുഴുവനും. നാഥാനിയെ കണ്ടപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ഇപ്പം 3 പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ബ്രെഡിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഉടമ്പടി ധ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളാ പറയേണ്ടത്. നാഥാനിയനെ കണ്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ കാപട്യമൊന്നും ഇല്ല, അല്ലേ? ആ വചനം എത്രയാണ്? 1:47 എടുത്തേ. യോഹന്നാൻ 1:47. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇപ്പം ഞാൻ ഈശോനോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ചത്? എന്നാൽ അയാളെ വിളിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു.
അയാൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല ഈശോ. നഥാനിയേൽ ഇതാണ് യഥാർത്ഥ ഇസ്രായേലിയൻ, ഇവന് യാതൊരു കാപട്യവും ഇല്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അയാളെ ശിഷ്യനാക്കാഞ്ഞത്? അതാണ് വിഷയം. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യമില്ലാതിരിക്കുന്നതുകൊണ്ടും ശിഷ്യത്വം വേറൊരു വിഷയമാണ്. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യം ഇല്ലാത്തത് കൊണ്ടും കർത്താവിനെ ശിഷ്യനാക്കണമെന്നില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ശിഷ്യത്തിന് ഈ കാപട്യമില്ലാതിരുന്നാൽ മാത്രം പോരാ, നല്ല മനുഷ്യനായിരുന്നാൽ മാത്രം പോരാ. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസ് എന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പട്ടികയിൽ വരാൻ പറ്റും. ഒന്നാമതിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, അച്ഛൻ റോമിൽ ധ്യാനിപ്പിക്കാൻ പോയ കാര്യം പറഞ്ഞു. ഉടമ്പടി ധ്യാനം നടത്തി. നമ്മളിവിടെ ഇരിക്കുന്നതെല്ലാം റോമിൽ ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി, റോമിലും ഫ്രാൻസിലും ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി പേപ്പറാണ് മാതാവിൻ്റെ വാതാന്തികത്തിലെ ആൾത്താരെ വെച്ചിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ എടുത്ത് മാറ്റി എൻ്റെ ടൈം കഴിഞ്ഞ് 6 മാസം വെക്കും. നമ്മൾ യൂറോപ്യൻ ധ്യാനങ്ങളെല്ലാം നടത്തുമ്പോഴും അന്തർദേശീയ ധ്യാനങ്ങളെല്ലാം 6 മാസം നമ്മൾ അത് എടുത്തുകൊണ്ട് പോരും. അവർ ഉടമ്പടി ചെയ്ത പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് 6 മാസം വെക്കും. കാര്യം അച്ഛൻ അവിടെ ഇല്ല, അവർക്ക് മെയിൻ്റെനൻസ് നടക്കണില്ല. അവരിനി 2-3 കൊല്ലം കഴിഞ്ഞൊക്കെ നാട്ടിൽ വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അവരെടുത്ത ഉടമ്പടിയിലെടുത്ത വിഷയത്തിന് അവർക്ക് സെക്യൂരിറ്റി കിട്ടണം. കാര്യം അവർ നമ്മളെപ്പോലെ തന്നെ അത് അവരുടെ രീതി കഷ്ടപ്പെട്ട് ആണ് അതെല്ലാം ചെയ്തിരിക്കുന്നതും അവർ ഉടമ്പടി ജീവിക്കണതും. അപ്പം തീർച്ചയായിട്ടും ദൈവം അവരുടെ വിഷയത്തിൽ ഇടപെടണം. ആദ്യമായി ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 പ്രത്യേക ഒരു കാരണം ഉണ്ടായിരുന്നു. എൻ്റെ പേര് ലിംസി, സ്ഥലം മുണ്ടൂര്, തൃശ്ശൂർ മുണ്ടൂര്. ഞങ്ങൾക്കൊരു മകളാണുള്ളത്. അവൾക്ക് കാനഡയ്ക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാനായിട്ട് ലോണിന് വേണ്ടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർ ഒരുപാട് ബാങ്കുകളിൽ കയറി ഇറങ്ങി. സ്ഥലമുണ്ട്, പക്ഷേ അതിലെന്തെങ്കിലും ബിൽഡിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ പാസ്സാക്കുള്ളൂ. അത് മാത്രമല്ല, ആ സമയത്ത് എഡ്യൂക്കേഷൻ ലോണ് കൊടുക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബാങ്കിലും ലോൺ കിട്ടാതെ വന്നപ്പോൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവാണ് വന്നിട്ട് പറഞ്ഞത് എന്നോട്, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പണ്ട് മുതലേ എനിക്ക് മാതാവിനോട് ഭയങ്കര താല്പര്യമാണ്. അത് കാരണത്താൽ തന്നെ ഇത് കേട്ട വഴിക്ക് ഞങ്ങളിങ്ങോട്ട് പോന്നു. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയാതെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞ് 2ാമത്തെ ടൈമിൽ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഉടമ്പടി എടുത്ത് പിറ്റത്തെ ദിവസം അതിൽ ഒരു ബാങ്കിൽ മാത്രം ഞങ്ങളോട് പറഞ്ഞു. അന്ന് അവിടെ മാനേജർ ഉണ്ടായിരുന്നില്ല, അസിസ്റ്റൻറ്റ് മാനേജറായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്, ഇങ്ങനെ ഞങ്ങൾ മാനേജറോട് ചോദിക്കട്ടെ, ലീവ് കഴിഞ്ഞ് വന്നിട്ട് ചോദിച്ചു നോക്കാം, തരികയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വിളിക്കലൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് പിറ്റത്തെ ദിവസം ഞങ്ങൾ ഒന്ന് പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം, ആൾ എത്തിയോ എന്നൊന്നും അറിയാമെന്ന് വിചാരിച്ച് ഞാൻ നേരിട്ട് പോയി. ആ സമയത്ത് അവിടെ മാനേജർ ഉണ്ടായിരുന്നു. അവരെ പറഞ്ഞു, ശരി, ഓക്കെ, നിങ്ങൾക്ക് തരാം, അവൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ പറഞ്ഞു ഞങ്ങളോട്. അപ്പം ഞാൻ വേഗം സന്തോഷത്തോടെ വീട്ടിൽ വന്ന് നമ്മുടെ നേർച്ച വസ്തുവായ തൈലം എടുത്ത് ഡോക്യുമെൻറ്റ്സുമൊക്കെ പരട്ടി കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം പിന്നെ വിസ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോള് പെട്ടെന്ന് പ്രഗ്നൻ്റായി. അപ്പോൾ നോക്കുമ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു. 2019 സെപ്റ്റംബറിലാണ് മോൾക്ക് പോകാനായിട്ടുള്ള വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ ഒന്ന് നോക്കുന്ന സമയത്ത് മോൾക്ക് പ്രഗ്നൻ്റായ സമയമായ കാരണം കൊണ്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ നോക്കുമ്പോൾ കാനഡ ബാങ്കിലും അതുപോലെ തന്നെ കോളേജിലും ഒക്കെ ഫീസ് അടക്കലും എല്ലാം കഴിഞ്ഞിരുന്നു. വിസ വന്നു, ടിക്കറ്റ് വന്നു, എല്ലാം കഴിഞ്ഞു. പക്ഷേ ഈ പോകാൻ സാധിക്കാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇനി എക്സ്റ്റൻഷന് വിസ വെച്ച് കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളതൊരു സംശയം വന്നു. കാരണം എന്താ വെച്ചാൽ കൊറോണയുടെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൊറോണ തുടങ്ങുന്ന കാരണം കൊണ്ട് എക്സ്റ്റൻഷന് വെച്ചു. പക്ഷേ അതിന് റിപ്ലൈ ഒന്നും വന്നിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന നല്ല കടുപ്പത്തിലാക്കാൻ വിചാരിച്ചു, അല്ലാണ്ട് വേറെ ഒരു മാർഗവും ഇല്ല. അങ്ങനെ
ഞാൻ രാത്രികളിൽ മുട്ടുമ്മ മെറ്റൽ വിരിച്ചിട്ട് അതിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അങ്ങനെ ഒരു ദിവസം രാത്രി ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു മോള്. അപ്പം ഞാൻ ചോദിച്ചു, എപ്പോഴും ചോദിക്കും പ്രാർത്ഥന കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രാത്രിയാണോ പകലാണോ ഒന്നും നോട്ടമില്ല, അങ്ങനെ ഞാൻ ചോദിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു, മമ്മി വന്നു, റിപ്ലൈ വന്നിട്ടുണ്ട്, എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 2020 സെപ്റ്റംബറിലേക്ക് പോകാനുള്ള വിസ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി ടിക്കറ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യിക്കണം, അങ്ങനെയുള്ള പ്രോബ്ലംസ് അതിൽ കിടക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, എന്നാലും വിസ വന്നുമല്ലേ എന്നുള്ളൊരു സന്തോഷം ഭയങ്കരമായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് 2020 ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്തിരി ഫാമിലി പ്രോബ്ലംസ് കാരണം കൊണ്ട് 30 വർഷമായിട്ട് തന്നെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു, ഇത്തിരി പ്രോബ്ലംസ് ഉള്ള കാരണത്താൽ തന്നെ. അങ്ങനെ 2020 മുതൽ മോൾക്കൊരു കുഞ്ഞ് ജനിച്ചു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. അത് ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്നെക്കാളും കൂടുതൽ ഹസ്ബൻഡാണ് സാക്ഷ്യങ്ങളും അതുപോലെ അച്ഛൻ്റെ ധ്യാനങ്ങളും കണ്ടിന്യൂസ് രാത്രിയും പകലും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നേർച്ച വസ്തുക്കളും ആൾ തന്നെയാണ് എന്നെക്കാളും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു, ആൾ തന്നെയാണ് യൂസ് ചെയ്യണത്. പക്ഷേ ഏതോ 2021 ആൾക്കൊരു അറ്റാക്ക് വന്നു. ആ സമയത്ത് മോള് 2020 മോള് കാനഡയ്ക്ക് പോയി. അവിടെ ആ സമയത്താണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആയ കാരണം കൊണ്ട് തന്നെ അവൾക്കൊരു പാർട്ട് ടൈം ജോലിയും കിട്ടി. അങ്ങനെ ഒരു മൂവ്മെൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഹസ്ബൻഡിന് അറ്റാക്ക് വന്നത്. ആ സമയത്ത് വേറെ പ്രോബ്ലംസ്, പൈസയുടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആളും ഞാനും നന്നപോലെ പ്രാർത്ഥിച്ചു. അങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പെട്ടെന്ന് പോന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ 2019 2023 ഈ നമ്മുടെ കൃപാസനത്തിൽ അഖണ്ഡ ജപമാലയിൽ എനിക്ക് പൂർണ്ണമായിട്ടും നടന്ന് എത്തിക്കാൻ സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്, കാരണം എനിക്ക് മുട്ടുവേദന നല്ല പോലെയുള്ള ആളാണ്. അപ്പോൾ ഹസ്ബൻഡ് പറയാറുണ്ട്, നിനക്ക് നടക്കാൻ പറ്റില്ല, അധികം നേരം നിൽക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ പക്ഷേ കുഴപ്പമില്ല, ഞാൻ എത്തിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ അത് സാധിച്ചു. ഞാനതുപോലെ തന്നെ മാതാവിനെ എന്നും കൊന്ത കെട്ടുന്ന ഒരാളാണ്. അത് ഇവിടെ വരുന്ന ദിവസങ്ങളിലെല്ലാം ഞാനിവിടെ കൊന്ത കെട്ടി ഇവിടെ വയ്ക്കും മാതാവിനെ. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, മാതാവ് ഈ കൊന്ത ചെല്ലുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയിൽ എൻ്റെ പ്രാർത്ഥനകളും കൂടി ഉൾപ്പെടുത്തണേന്ന്. അങ്ങനെ 2 വർഷം കഴിഞ്ഞ വഴിക്ക് മോളുടെ ഹസ്ബൻഡിനും കുഞ്ഞിനെയൊക്കെ പോകാൻ സാധിച്ചു. കാനഡയ്ക്ക് എത്തി അവർ. ഇപ്പം 10-14 വർഷമായിട്ട് ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്ഥലത്ത് ഭർത്താവിന് പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിൽ കേസ് ഒത്തുതീർപ്പിലെത്തുകയും അതിനോട് അനുബന്ധിച്ച് നമുക്ക് കിണർ കുത്തി വെള്ളം കാണാനും അതിൽ കണക്ഷൻ എടുക്കാനും എല്ലാം സാധിച്ചു. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് മാതാവ് എനിക്ക് തന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം തന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ കാറിൽ ഇതിൽ പാസ് ചെയ്യായിരുന്നു സമയത്ത് ആരും എത്തണേക്കാളും മുന്നേ ആയിട്ട് തന്നെ ഞങ്ങൾക്കൊരു കാറിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അതിൽ ഞങ്ങൾ വണ്ടിയിൽ കയറുമ്പോൾ ഞാൻ എപ്പോഴും തൈലം പുരട്ടും വണ്ടിയുമേ. അതുപോലെ വണ്ടിയിൽ എപ്പോഴും പ്രാർത്ഥനയും കൃപാസനത്തിലെ പ്രാർത്ഥനയും കൊന്തയാണ് ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക എപ്പോഴും. അങ്ങനെ വന്ന് വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായി. പക്ഷേ ഞങ്ങൾക്കൊന്നും 2 പേർക്കൊന്നും സംഭവിച്ചില്ല. വണ്ടിക്ക് കുറച്ച് ഫ്രണ്ട് സൈഡിൽ കുറച്ച് ആക്സിഡൻറ്റ് വലിയൊരു ഇതായിരുന്നു, അപകടമായിരുന്നു. പക്ഷേ അത് എങ്ങനെയോ അത് രക്ഷപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ ഒരു അത്ഭുതം ദൈവം ഞങ്ങൾക്ക് തന്നു. ഇത് കൂടാതെ തന്നെ ഞങ്ങൾ നിയോഗത്തിൽ ഒരു അനുജൻ്റെ വീടിന് പണിയാനായിട്ട് അവനെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പൈസയുടെ. അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു, ചേച്ചി ഉടമ്പടി എടുത്തതല്ലേ, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ 2020 അവർക്ക് വീട് പണി തുടങ്ങാൻ സാധിച്ചു. ചെറുതും വലുതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാറ്റിനും അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുകൂടാതെ ഞാൻ ഈ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നതിൽ അതിൽ പത്രങ്ങൾ ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ്, വാർഡുകളിലാണ് കൊടുക്കാറ്. അതുപോലെ തന്നെ കുർബാന അവിടെ കണ്ട് അവിടെ വരുന്ന ആളുകൾക്കും കൊടുക്കും. ഞാൻ പറയും, മറ്റു മതസ്ഥര വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കുള്ളൂ. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ നിർബന്ധിക്കാറില്ല ആരേനെ. അതുപോലെ നമ്മൾ കുറച്ച് ചോറ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് കൊടുക്കുമ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ അത് കൊടുക്കാൻ സാധിക്കുന്നില്ല, സേഫ്റ്റിയുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഇത് ലൈസൻസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിൽ തന്നെ അത് കൊടുക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ ബിജി ലൂയിസ് കാഞ്ഞങ്ങാട്. എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് കർണാടക സ്റ്റേറ്റിലെ ഷിമോഗയിലേക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ 2023 ജനുവരി 17 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ സഹോദരി
ബേബിയും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളോട് ഒരു ചേച്ചി, കാഞ്ഞങ്ങാടുള്ള ലൗലി എന്ന് പറയുന്നൊരു ചേച്ചിയാണ് വന്ന് കൃപാസനത്തെക്കുറിച്ച് ഞങ്ങളോട് പറയുന്നത്. നിങ്ങൾ പോയി ഉടമ്പടി എടുത്തിട്ട് വാ. ആദ്യത്തെ ഞങ്ങളുടെ നിയോഗം ഞങ്ങളുടെ സഹോദരൻ്റെ വിവാഹമായിരുന്നു. വിവാഹം 10-12 വർഷമായിട്ടും അവൻ്റെ വിവാഹം ഞങ്ങൾ ആലോചിച്ചു. ഒരുപാട് ആലോചനകൾ വന്നു, ഒന്നും ശരിയായില്ല. വന്ന വിവാഹാലോചനകൾ ഒരുപാട് മുടങ്ങിപ്പോയി. ആദ്യമൊക്കെ അവൻ വിവാഹം വേണ്ട എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ വിവാഹം കഴിക്കാൻ മനസ്സ് വന്നപ്പോൾ ഒന്നും ശരിയാകുന്നില്ല. ഒരുപാട് 12 വർഷത്തോളം ഞങ്ങൾ അന്വേഷിച്ചു.